ഇന്നാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ 93ാമത്തെ ദിവസത്തെ എപ്പിസോഡിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവർക്ക് മോർണിംഗ് സോങ് കൊടുത്തത് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ എന്നുള്ള ആ പാട്ടായിരുന്നു. പുതുതായിട്ട് നമ്മുടെ യമുന റാണി ജാൻമണി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജാൻമണി ഈ പാട്ടങ്ങ് തകർത്തങ്ങ് ആടി. അപ്പോൾ അതാണ് കാണാൻ കഴിഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ആ പാട്ടിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചാടിത്തുള്ളുന്നതൊക്കെ കണ്ടപ്പം നമ്മൾക്കും കൂടെ അതൊരു അങ്ങനെയൊക്കെ കാണുന്നത് ഒരു എനർജി വരും. അപ്പോൾ ഇതിനകത്ത് ഒട്ടും ഒരു ഇതില്ലാതിരുന്നത് ജാസ്മിൻ ഈ പാട്ടിൻ്റെ കുറേ ഭാഗം കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ ജാസ്മിന് ഭയങ്കരമായിട്ട് അത് മടിയാണോ അതോ ടയേർഡാണോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസമായില്ലേ നല്ല ക്ഷീണവും കാണാനുണ്ട്. അത് എല്ലാ മെമ്പേഴ്സിനും ഇപ്പോൾ എവിക്റ്റായി പോയ എല്ലാ മെമ്പേഴ്സിനും ക്ഷീണമുണ്ട്. അവരെല്ലാവരുമേ നല്ല ക്ഷീണിച്ചാണ് പോയേക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ളവരും അതെ. ജിൻഡോയുടെയൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാമല്ലോ എത്രത്തോളം അവരൊക്കെ ബോഡിയുടെ വെയിറ്റൊക്കെ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന്. അത് ജാസ്മിന് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ജാസ്മിൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞു, കവിളൊക്കെ ചുട്ടി, ക്ഷീണം നല്ലതായിട്ടുണ്ട്. അപ്പോൾ അത് ബോഡിക്ക് എഫക്റ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഫിസിക്കലി നോക്കിയ ആ ഒരു അലസത, ഒരു മടിയൊക്കെ പോലെ ഈ ബോഡി ടയേർഡായതിൻ്റെ ആയിരിക്കും. ഈ യമുനയൊക്കെ ഉണ്ടായിരുന്നല്ലോ. യമുനയാണെങ്കിൽ നോക്കുമ്പോൾ ആ ഡാൻസിന് ഈ മോർണിംഗ് ആ പാട്ടിൻ്റെ ഒരു പാതി ആയപ്പോഴത്തേന് എന്തോ ഒരു വെപ്രാളം പോലെ ഓടിയാട് അങ്ങോട്ട് വീട്ടിനകത്തോട്ട് പോയി. അത് വന്ന് യമുനയ്ക്ക് ചായ ഇടുന്നതിൻ്റെ ആ ഒരു അടുക്കളയിലെ ഇൻചാർജ് യമുനയാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ. അപ്പം അതിൻ്റെ ഒരു ചായ വയ്ക്കണം, ചായ ഇടണമെന്നൊക്കെയുള്ള അതിലങ്ങ് ഓടിയങ്ങ് പോയി. പിന്നെ പാട്ട് എല്ലാവരും ജാസ്മിൻ പിന്നെ വന്നാലും കുറച്ചൊക്കെ എൻജോയ് ചെയ്തു അതിൽ. അങ്ങനെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം നോക്കുമ്പോൾ നമ്മുടെ കൃഷി ഈ പാട്ടൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ ചെന്ന് യമുന ചായ ഇടുന്നതിൻ്റെ കൂടെ അവിടെ നിന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ പറയുന്നതെല്ലാം നമ്മുടെ ജിൻഡപ്പൻ്റെ കാര്യങ്ങളാണ്. ജിൻഡോയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളും മൊത്തത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെയാണ് അവർ രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ജിൻഡോ വെളി വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെയാണ് യമുന പറയുന്നത്. രണ്ടുപേരും അതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ യമുനയാണെങ്കിൽ കട്ടിലിരിക്കുന്നു, ജാസ്മിനും ആ കട്ടിലിൽ പോയിരിക്കാൻ ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കുമ്പോൾ യമുന അവിടെ പോയിരുന്നിട്ട് ജാസ്മിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ജാസ്മിനോട് അവർ പറയുന്ന സബ്ജക്റ്റ് എന്താണെന്ന് യമുന പറയുന്നത്, ജാസ്മിൻ ഭയങ്കര ആക്റ്റീവായിട്ടൊരു നല്ല കുട്ടിയാണ്, പക്ഷേ ഇങ്ങനൊന്നും അല്ല, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, മിടുക്കി കുട്ടിയാണ്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാകുന്നത് ഈ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളും ഇതുമൊക്കെ വിട്ടിട്ട് അതൊക്കെ ജീവിതത്തിൽ നിന്ന് മനസ്സിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനിയും സ്ട്രോങ് ആയിട്ട് ലൈഫിനെ നേരിടണം. അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. ഈ വേണ്ടാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഇതിൽ വരണം, നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെയാണ് യമുന പറഞ്ഞു കൊടുക്കുന്നത് ജാസ്മിനെ. അപ്പോൾ ജാസ്മിൻ പറയുന്നു അത് ജാസ്മിൻ അറിയാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ആകെ മാറി, എനിക്കെന്തോ ഒരു മാറ്റം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഗബ്രി ഇവിടുന്ന് എവിക്റ്റായി പോയതിന് ശേഷം ആണ് ജാസ്മിന് ഇങ്ങനെയൊക്കെയുള്ള അത് ജാസ്മിനും സമ്മതിക്കുന്നുണ്ട്. അവർ അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നല്ലോ, പേരൻസൊക്കെ ബിഗ് ബോസിൽ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പിന്നെ അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ജാസ്മിന് പിന്നെയും ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് തോന്നി. അതുവരെ ഈ ഗബ്രി പോയതിന് ശേഷം അങ്ങനെ നോമിനേഷനിലൊക്കെ വന്ന ഒരു പേടിയില്ലായിരുന്നു. എങ്ങനെയായാലും ഔട്ടായാലും ഒന്നും പ്രശ്നമില്ല, വെളിയിൽ പോകേണ്ടി വരുന്ന സിറ്റുവേഷനും ജാസ്മിൻ പേടിച്ചിരുന്നില്ല. കാര്യം ഗബ്രി അവിടെ ഇല്ലാത്തത് കൊണ്ട്. ഗബ്രി വെളിയിലാണല്ലോ. അപ്പോൾ ജാസ്മിൻ വെളിയിൽ പോകുന്നതിനോട് അത്ര ഒരു എവിക്റ്റ് ആകുന്നതിനോട് അത്ര ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. എവിക്റ്റ് ആണെന്നെങ്കിൽ ആവട്ടെ എന്നായിരുന്നു. പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നതിന് ശേഷം അവർ കുറേ കാര്യങ്ങൾ പറയുകയും വെള്ളത്തെ സംഭവമൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം ജാസ്മിൻ പിന്നെ അവിടെ പിടിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആ മനസ്സിനെ പെട്ടെന്ന് ചേഞ്ചായി എന്നൊക്കെ പറയുന്നത്. എന്നാലും മാനസികമായിട്ട് വന്നിട്ട് എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പറയുന്നു. ഫിസിക്കലി വന്നവരെല്ലാം ടയേർഡാണ്. അവരൊക്കെ ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്ന് ശരിക്കും ആഹാരം ഇല്ലാതൊക്കെ ടയേർഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ മാനസിക പ്രശ്നങ്ങളും ആയപ്പം എല്ലാം ശരിയായി. വെളിയിലുള്ള കാര്യങ്ങളും ഇതെല്ലാം മനസ്സിലായത് കൊണ്ടായിരിക്കാം ഈ ജാസ്മിനോട് ഇരുന്ന് അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ
ഈ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾക്ക് അതിശയിച്ച് പോകും. ഈ കുട്ടിക്ക് വന്നിട്ട് അതിനകത്ത് എത്ര ഫാൾട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. ഈ ജാസ്മിൻ അങ്ങനെ ഒരു സാധാരണ ഒരു ആളൊന്നുമല്ല. ജാസ്മിന് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം, മിടുക്കി കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഗബ്രിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്കവനെ ഇങ്ങനായിന്ന് അറിയത്തില്ല, എനിക്കവനോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ്, പ്രേമമാണോ എന്ന് ചോദിച്ചാൽ പ്രേമത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലേ. എന്തൊക്കെയായി പറയുന്നത് മനസ്സിലാകുന്നില്ല. ആരേലും കൂടെ നിർത്തിയിട്ട് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ അവനെയാണ് ഇഷ്ടമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കാതെ, അല്ലെ വേറെ വന്നു അവർക്ക് വെളിയിൽ, ഈ കുട്ടിക്ക് വെളിയിൽ ആദ്യം ഒരു ലവർ ഉണ്ടായിരുന്നു, ആ ലവർ ഇരിക്കുമ്പം തന്നെയാണ് ഒരു കല്യാണത്തിന് വന്ന് വേറൊരാളെ കണ്ടിട്ട് ആ ലവറിനെ വിട്ടിട്ട് ഈ ആളിനെ പിന്നെ പ്രേമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ ബിഗ് ബോസ് വീടിനകത്ത് കയറുന്ന നിമിഷം വരെ ഇയാളുമായിട്ട് ഈ കുട്ടി വന്നിട്ട് നല്ല പ്രേമത്തിലിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലെന്നും പറയുന്നു. എല്ലാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടനെ എൻഗേജ്മെൻറ്റോ കല്യാണമോ ഒക്കെ നടത്താനിരുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ ഒരാളപ്പം ഉണ്ട്, ഒരാൾ കാത്തിരിക്കുന്നുണ്ട് വെളിയിൽ. അവരാണ് ഇവിടെ വരെ കൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ആക്കുന്ന സമയം വരെയും കൂടെ ഉണ്ടായിരുന്ന ആ ഒരാൾ അങ്ങനെ ഇരിക്കുമ്പം ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു കാണുന്ന ഒരാൾ, അത് എത്ര സൗന്ദര്യമുള്ളവരായിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ എത്ര പണവും പ്രശസ്തിയും ഉള്ളവരായിക്കൊണ്ട് പോട്ടെ, അപ്പം വെളിയിൽ ഒരാൾക്ക് വാക്ക് കൊടുത്ത് അവർ നമ്മളേന്നും പറഞ്ഞല്ലേ, നമ്മൾ കുറേ നാളെങ്കിലും അവരുമായിട്ട് സ്നേഹബന്ധത്തിലിരുന്നാൽ ഈ കാണുന്ന ഒരാൾ എത്ര സുന്ദരനാണെന്ന് പറഞ്ഞാലും ഉടനെ മനസ്സ് മാറുമോ? അത് മാറുന്നവരുണ്ടെങ്കിൽ അവരെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഈ കുട്ടി പറയുന്ന രീതിനെ ന്യായീകരിക്കുന്നത് നോക്കാൻ. ഈ ലോകം മൊത്തം ഉള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം എല്ലാവരും അതിനെ എതിർക്കുന്നില്ലെങ്കിൽ പോലും കുറേ പേരൊക്കെ ജാസ്മിൻ്റെ ഈ സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതങ്ങനെ അല്ലാതെ വേറെ എന്താ ഇതിന് പേര് പറയേണ്ടത്? വെളിയിൽ ഒരു ലവർ ഇരിക്കുമ്പം ബിഗ് ബോസ് വീടിനകത്ത് ഒരു 100 ദിവസം നിൽക്കുമ്പം ആ സമയം കൊണ്ട് ഒരാളെ ഇത്ര അഗാധമായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോലും അത് പറിച്ചറിയാൻ കഴിയാത്ത വിധം മനസ്സിനകത്ത് ഈ 100 ദിവസത്തിൽ ഒരു പാതിയിൽ ഒരു 50 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഗാഠമായ അവർ പിരിയാൻ വയ്യാത്ത വിധമുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിന് എന്ത് പേര്, ഫ്രണ്ട്ഷിപ്പ് എന്നും പറയാം. അപ്പോൾ ആ ഒരു ലെവലിൽ വന്നെങ്കിൽ എന്താ ഈ കുട്ടിയുടെ പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് തന്നെ ആദ്യ സമയങ്ങൾ പറയുന്നുണ്ട്. അവർക്കുള്ളിൽ ഒരു കല്യാണം നടക്കത്തില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും വെളിയിൽ അതിനെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. അത് ടോട്ടലി അത് മറന്നിട്ട് ഇവിടെ ഈ ലവ് വന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോഴും അതിനെ ഈ ഗബ്രി എന്ന് പറഞ്ഞ ആ പയ്യനെ അതിന് മറക്കാൻ വയ്യാത്ത വിധം അഗാധമായിട്ട് സ്നേഹിക്കുന്നു. എന്താണെന്നും മനസ്സിലാവുന്നില്ല. ഇത് അതാണ്. പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ന്യായീകരിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. എനിക്ക് ഒരേ ഒരു കാര്യം എന്താണെന്ന്, ഈ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് ഗബ്രിയെ ഇഷ്ടപ്പെട്ടെന്നോ അല്ലെ ഗബ്രിയെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു പറയുന്നതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല. പക്ഷെങ്കിൽ അവിടെ എന്താ എൻ്റെ അഭിപ്രായത്തിൽ സംഭവിച്ചേക്കുന്നതെന്നാൽ, ഈ വെളിയിൽ ഒരാൾ ഈ കാത്തിരിക്കാനുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാണിക്കുന്നത് തെറ്റാണെന്നതാണ് ഞാൻ പറയുന്നത്. ഞാനെന്നല്ല, ഒട്ടുമുക്കാലും പേർക്ക് ഇത് തന്നെയായിരിക്കും അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളാ ചെയ്യുന്നത് ചതിയല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പം ഗബ്രിയെക്കാട്ടിൽ സൗന്ദര്യവും പണവും പ്രശസ്തിയുള്ള വേറെ ഒരാളെ കണ്ടാൽ അപ്പോൾ ജാസ്മിൻ ഉടനെ ഗബ്രിയെ വിട്ടിട്ട് ആ ആളുമായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്നേഹം, ജാസ്മിനെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ്. പ്രകൃതം എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കുട്ടിയാണ്, നല്ല കാണാൻ സുന്ദരിയായ ഒരു കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ അത് നമ്മൾ മുതലെടുക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾക്കൊന്നൊരു ഇത് വേണ്ടേ? നമ്മൾ വന്നിട്ട് വേറൊരാളെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുന്നവരെ ഇങ്ങനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ചെയ്യുന്നവരോട് ചെയ്യുന്ന ചതിയല്ലേ? അപ്പോൾ ഈ ഇങ്ങനെ ചതിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ആൾക്കാർ ഇതിനെ എതിർക്കുന്നത്. അതാണ് അതിൻ്റെ സത്യം.
അപ്പോൾ അതാണ് എൻ്റെ കാര്യം. അതെ, ജാസ്മിൻ ആരെ വേണേലും ഇഷ്ടപ്പെടാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരാൾ ഇത്രയും നാളും മനസ്സ് കൊടുത്തിട്ട് അതിനുശേഷം അവരെ കൊണ്ട് സഹായങ്ങളും ഈ ബിഗ് ബോസ് വീട്ടിൽ വരാൻ വരെ ഉള്ള സഹായങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീട്ടിനകത്ത് വന്ന് കണ്ടപ്പം വേറൊരാളോട് ഇത്ര ഇത് വരേണ്ട കാര്യം എന്താ? അപ്പോൾ പറയുന്നു അവിടെ ഒരു കംഫോർട്ട് സോൺ വന്നിട്ട് ജാസ്മിന് ഗബ്രിയിൽ നിന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ അതൊരു നല്ല അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ വെക്കാം. അതിനൊരു ലിമിറ്റ്, ഒരു അതിര് വെച്ചിട്ട് അങ്ങനെ നിൽക്കാമല്ലോ. ഇപ്പോൾ ശ്രീതു അർജുനും കൂടെ നല്ല ഫ്രണ്ട്സായിട്ട് നിന്നു. പക്ഷെ അവരെ ഇങ്ങനെ പറയുന്നില്ലല്ലോ, അത് അവരതിര് വിടുന്നില്ലല്ലോ. സ്നേഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹവും ഇഷ്ടമൊക്കെ എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് ആയിരിക്കണമല്ലോ. അല്ലാതെ വന്നിട്ട് ഫിസിക്കലി തൊട്ടും പിടിച്ചും കടിച്ചും തടവിയൊക്കെ സ്നേഹം ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുമ്പോൾ അത് ആൾക്കാർ അതിനെ ശരിയെന്ന് പറയണമെന്നാണോ ഈ കുട്ടി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ യമുന അതൊക്കെ പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ്റെതായ ന്യായീകരണങ്ങൾ അവിടെ പറഞ്ഞ് യമുനയുടെ വായടപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാൻമണിക്കാണെങ്കിൽ എന്തോ ഒരുമാതിരി എന്താ അതിൻ്റെ കാര്യമെന്ന് നോക്കുമ്പം ജാനുമണി അവിടെ നിന്ന് എവിക്റ്റായി പോയ സമയത്ത് ജാനുമണിയുടെ ഒരു വാട്ടർ ബോട്ടിൽ, എല്ലാവർക്കും ഒരേപോലുള്ള വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാനുമണി എവിക്റ്റായി പോയപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ എന്തോ കൃഷിക്ക് കൊടുത്തു. അപ്പോൾ കൃഷി അതിൽ വെള്ളമൊന്നും കുടിച്ചില്ല. അപ്പോൾ അത് വന്നിട്ട് ജാൻമണി വന്ന് ചോദിക്കുകയോ ഇതൊക്കെ ചെയ്തു. ജാൻമണിക്കാണെങ്കിൽ കൃഷിയോട് വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എനിക്കതൊരു ഒന്നൊരു മകൻ ബന്ധം പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു അനിയനെ ആങ്ങളെയും പെങ്ങളും ഒരു അനിയൻ കുട്ടിയുടെ അങ്ങനെ ഒരു തോന്നലൊക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ജാനുമണിക്ക് വന്നിട്ട് അങ്ങനെ ഒരു കൃഷിയോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ വന്ന് ആ ബോട്ടിൽ കൊടുത്തിട്ട് വെള്ളം കുടിച്ചില്ല. അപ്പം അഭിഷേകാണ് കൃഷി അഭിഷേകും കുറേ സമയമൊക്കെ അവർ തന്നെ ഇരുന്ന് വർത്താനമൊക്കെ പറയും. ഇതേമാതിരി തന്നെ അഭിഷേകിനും കൃഷിയോട് ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അഭിഷേക് പറഞ്ഞു, അതെന്താ നീ അങ്ങനെ നീ ജാൻമണിക്ക് നിന്നോട് വലിയ കാര്യമാണല്ലോ, നീ എന്താ പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു വന്നു? അപ്പോൾ കൃഷി പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്കത് തോന്നുന്നത് കൃഷിക്കാണെങ്കിൽ ജാൻമണിക്ക് കൃഷിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇരിക്കട്ടെ, പക്ഷേ അതിനൊരു ലിമിറ്റ്, ആ ലിമിറ്റിന് അപ്പുറമുള്ള ഒരു ഇഷ്ടവും വലിയ കെട്ടിപ്പിടുത്തവും വലിയ അങ്ങനെ ഒരു ഇതൊന്നും കൃഷിക്ക് താല്പര്യമില്ല. അതിന് കൃഷിയെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റ് പറയേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജാൻമണി ഭയങ്കര സാഡായി. ജാൻമണി മാറി അങ്ങോട്ട് പോയി ഇന്ന് സങ്കടവും കരച്ചിലും പോലൊക്കെ പലരും ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു. അപ്പോട്ടെ ജാൻമണി വാന്ന് യമുന റാണി അങ്ങ് ചെന്നിട്ട് പറയുന്നുണ്ട്, ജാൻമണി നമ്മൾ 2-3 ദിവസം നിൽക്കാനല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തിനാണ്? ജാൻമണി ഇതാണ് ഈ ഒരു സീനങ്ങാക്കി. സത്യത്തിൽ അതൊക്കെ അങ്ങ് ഈ ഒരു 2-3 ദിവസമല്ലേ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പം ജാൻമണിക്ക് കൃഷി ഇങ്ങനെ ജാൻമണി പറഞ്ഞില്ലേ അതൊന്നും വേണ്ട എന്നുള്ളൊരു കൃഷി ഒരുമാതിരി നീരസം പോലെ സംസാരിച്ചത്. ഈ ബോട്ടിലിൻ്റെ കാര്യവും ജാൻമണിയുടെ ആ കൃഷിയോടുള്ള സ്നേഹത്തിനുമൊക്കെ കൃഷി അത്ര ഒന്നും ഇതായിട്ടല്ല അതിനെ അത് ശരിയാണെന്ന് തന്നെ എനിക്കും തോന്നിയത്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഇത്. അപ്പം അത് വന്ന് ജാൻമണിക്ക് അത് വിഷമമുണ്ടാക്കി. ജാൻമണി കരച്ചിൽ ഒക്കെ ആയി. അപ്പം ജാൻമണിക്കൊരു കാര്യമുണ്ട്, ഇങ്ങനെ വിഷമോ ടെൻഷനോ ഒക്കെ കയറിയ വേഗം ഈ സിഗരറ്റ് വലിക്കുന്ന ഏരിയ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കും. അപ്പോഴത്തേക്കിന് വന്നിട്ട് നേരത്തെ അവിടെ ഒരു ഗെയിം കഴിഞ്ഞതിൻ്റെ ഏതോ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കേക്കാണെങ്കിൽ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ എടുത്തിട്ട് വന്നു. ആ കേക്ക് കട്ട് ചെയ്യാൻ ജാൻമണിയെ പോയി വിളിക്കുന്നു. ജാൻമണി ശ്രീതു പോയി വിളിക്കുന്നത്. അപ്പോൾ ആ ജാൻമണിയെ എല്ലാവരും കൂടെ നിങ്ങൾ കട്ട് ചെയ്തു, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറയുന്നു. അല്ല എല്ലാവരും കൂടെ കട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ജാൻമണി സിഗരറ്റ് വലിക്കുക. ജാൻമണി നല്ല ദേഷ്യത്തിലാണ്. ഒന്നും ജാൻമണിക്ക് അതൊന്നും ഒരു ഇതേ ഇല്ല. വരുന്നില്ലെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ പൂജ പോയ ഇടയ്ക്ക് വന്നിട്ട് ഈ നടുവിന് പ്രശ്നമായിട്ട് പോയിരുന്നു പൂജ. അത് അവരാണെങ്കിൽ 6 പേര് വൈൽഡ് കാർഡിൽ വന്നവരാണല്ലോ. അതിൽ പൂജ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി, നടുവിന് പ്രശ്നമായിട്ട് പോയല്ല. ആ പൂജയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പൂജ വന്ന ആ എൻട്രി ഒരു ബോക്സ് വെറുതെ ലിവിങ് ഏരിയയിൽ വെച്ചിരുന്നു. അപ്പോൾ അർജുനും ഇവർ ടീമെല്ലാം ശ്രീതു എല്ലാം കൂടെ ഓടി വന്നു. ആ ബോക്സിൽ
ബോസിൽ ആരോ ആണെന്നുള്ള ഒരു സർപ്രൈസ്. ഇപ്പോൾ ഈ ഗസ്റ്റൊക്കെ ഇവർ പോയവരൊക്കെ ഈ ബിഗ് ബോസ് ഫൈനലിലേക്കൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നത് ഇങ്ങനൊരു സർപ്രൈസ് ഇത് കാണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് അത് അങ്ങനെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു ബോക്സ് ഇരിക്കുന്നു. ആ ബോക്സ് ഓടിപ്പോയി അർജുൻ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല, കാലി ബോക്സ് ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വാതിലിൽ നിന്ന് വന്നിട്ട് പൂജ ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട്, സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു പൂജ. അപ്പം ഇങ്ങനെ എൻട്രി ആയി. അപ്പം ഇവരെ ഈ ബോക്സ് വെറുതെ ഒരു ബോക്സ് വെച്ച് കളിപ്പിച്ചു. പൂജ അപ്പുറത്തുനിന്ന് വരികയും ചെയ്തു. അങ്ങനെ പിന്നെ പൂജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര ഇതായി, പൂജമായിട്ട് നല്ല സ്നേഹവും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഈ ജാനുമണി ശ്രീയുമായിട്ടുള്ള പ്രശ്നം. ജാനുമണി വെളിയിൽ പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു പൂജയും ജാനുമണിയും കൂടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പൂജ തന്നെ പറയുന്നുണ്ട് ജാനുമണിക്ക് കൃഷിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതൊരു ലാളിത്യമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. അപ്പം അങ്ങനെ അപ്പം കൃഷി പറയുന്നു അതൊന്നും വേണ്ട, അതൊന്നും കൃഷിക്ക് അത് അത്ര വന്നൊരു ഫുള്ളേ അത് താല്പര്യമില്ല, അത് ഒരു ലിമിറ്റിന് മതി എന്നുള്ള ഇത് തന്നെയാണ് കൃഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നിയിട്ടാണോ എന്നറിയത്തില്ല. ജാൻമണിക്ക് വിഷമവും ദേഷ്യവും ഒരു ഇറിറ്റേഷൻ, എന്തിനാ വരണ്ടിയിരുന്നില്ല ഇവിടെ എന്നൊക്കെ പറയുന്നു. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ വന്നില്ലേ അതിന് വരണ്ടിയിരുന്നില്ല ഞാനെന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. അങ്ങനത്തെ ഒരു സീനൊക്കെ. അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുമ്പം പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തെല്ലാം ഒരു സന്തോഷമായിട്ടൊക്കെ അത് കഴിഞ്ഞു.